ഹലോ, വെൽക്കം ഓൾ. RRB ചർച്ചകളാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കൂ. ഓക്കെ, RRBയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, RRB കഴിഞ്ഞ ദിവസം ഒരു പ്രസ് റിലീസ് നടത്തി. മാർച്ച് 6 ഒരു പ്രസ് റിലീസ് നടത്തി. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടൊന്നല്ല ഈ നോർമലൈസേഷൻ നടത്തുന്നത്. ആദ്യമായിട്ടല്ല എന്ന് വെച്ചാൽ അവർ 2000 മുതൽ ഇപ്പോൾ 19 വർഷമായി ഇത് സെയിം നോർമലൈസേഷൻ ഫോർമാറ്റ് തന്നെയാണ് പിന്തുടരുന്നത്. കഴിഞ്ഞ 2013 വന്ന നോട്ടിഫിക്കേഷനിലും എല്ലാം ഇതുവരെ 2000-ന് ശേഷം നടന്ന എല്ലാ എക്സാമുകളിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് അവർ അവലംബിച്ചതെന്നാണ് പറയുന്നത്. അതായത് അന്നോ എക്സാം ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു നടത്തിയത്, പല ദിവസങ്ങളിലായിട്ടായിരുന്നു നടത്തിയത്. അങ്ങനെ നോർമലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. അതിലൊന്നും ഒരു പിഴവും വന്നിട്ടില്ല എന്നാണ് RRBയുടെ പുതിയ വിശദീകരണം. അതുപ്രകാരം അവർ പറയുന്നുണ്ട്, നോർമലൈസേഷൻ കട്ട് ഓഫ് 100ൻ്റെ പുറമെ 100ൻ്റെ മുകളിൽ ഒരു 110 വരെ ഒക്കെ പോവാം എന്ന് അവർ പറയുന്നുണ്ട്. 110 വരെ 120 വരെയൊക്കെ പോവാമെന്ന് RRB പറയുന്നുണ്ട്. കാരണം ഒരു 85-ഉം 86 മാർക്ക് നേടിയ കാൻഡിഡേറ്റ് ഒരു നല്ല ടഫുള്ള എക്സാമിൻ്റെ ഷിഫ്റ്റിലാണ് ഇരുന്നതെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മറ്റുള്ള കാൻഡിഡേറ്റ്സിന് കൂടുന്ന മാതിരി തന്നെ ഇദ്ദേഹത്തിനും കൂടും. അന്നേരം 85 കൂടുതൽ തന്നെ നോർമലൈസേഷൻ മാർക്ക് പോകുമെന്നാണ് RRBയുടെ പുതിയ വിശദീകരണം. ഓക്കെ, ആ വിശദീകരണം നമുക്ക് മുകളിലേക്ക് എടുക്കാം. എന്നാലും ഉദ്യോഗാർത്ഥികൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. കഴിഞ്ഞ 2013 വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു നടന്നിരുന്നത്. അതായത് 2013 കൂടുതലും ഒരു 80% ഓഫ് GKയും ബാക്കി കുറഞ്ഞൊരു മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. അതിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരുന്നത് കട്ട് ഓഫ് എന്ന് വെച്ചാൽ ഒരു 60ൻ്റെ അടുത്തൊക്കെ ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. 55, 60 ആ റേഞ്ചിലായിരുന്നു കൂടുതൽ സോൺസിലും കട്ട് ഓഫ് വന്നിരുന്നത്. ഈ പ്രാവശ്യം അതിനേക്കാട്ടും കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിട്ടും ഒഴിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കട്ട് ഓഫ് ഇത്രയും ടഫ് എക്സാം ആയിരുന്നു ഇട്ടുകൂടിയും എന്തുകൊണ്ട് ഇത്രയും കട്ട് ഓഫ് വന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിച്ചത്. അത് അവർ ചതിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണമൊക്കെയായിട്ട് അവർ പറയാൻ കാരണവും അതൊക്കെ തന്നെയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. 2013 വന്ന ഒഴിവെന്ന് വെച്ചാൽ ഒരു 3000-ഓളം ഒഴിവുകളാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും അന്ന് സെലക്ട് ചെയ്യപ്പെട്ടത് ഒരു 8000 9000 ആൾക്കാരെ അന്ന് ഗ്രൂപ്പ് ഡി ലെവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും പ്രതീക്ഷിച്ചത്. കാരണം ഒരു 4-5 വർഷത്തിന് ശേഷമാണ് പുതിയ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരുപാട് പേരെ സെലക്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. പ്രാവശ്യം ചെന്നൈ സോണിൽ തന്നെ ഒരു 2500-ൻ്റെ അടുത്ത് ഒഴിവുണ്ടായിരുന്നു. അതുപ്രകാരം എന്തായാലും ഒരു 5000-6000 ആളെ എന്തായാലും സെലക്ട് ചെയ്യപ്പെടും. കാരണം ഒരുപാട് നാളായല്ലോ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതുകൊണ്ട് ഒരുപാട് ആളെ സെലക്ട് ചെയ്യുമെന്നുള്ള ഇത് വന്നു. റെയിൽവേയുടെ ഇതെന്ന് വെച്ചാൽ കൂടുതലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് റെയിൽവേ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുത്താം, 5-6 വർഷം. പക്ഷേ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പ് ഒന്നാണല്ലോ, യുവാക്കളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ആ എക്സാം കഴിഞ്ഞ് ആളെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടു. ഈ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട പ്രകാരം 1,35,000 ഒഴിവ് വന്നിട്ടുണ്ട്. അതിൽ 35,000 ഒഴിവ് NTPC ആണ്, നോൺ ടെക്നിക്കൽ പോസ്റ്റുകളായിട്ടുള്ള പാരാമെഡിക്കൽ, പിന്നെ ക്ലറിക്കൽ പോസ്റ്റ്, അങ്ങനത്തെ പോസ്റ്റുകളിലേക്കാണ് 35,000 ഒഴിവ്. ബാക്കി 1,00,000 ഒഴിവ് എന്ന് വെച്ചാൽ ഈ ലെവൽ 1 പോസ്റ്റുകളാണ്. അതായത് ട്രാക്ക്മാൻ, ഹെൽപ്പർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ തന്നെയാണ് 1,00,000 പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. അതായത് ആ പോസ്റ്റുകൾ ഇപ്പോൾ എക്സാം എഴുതിയവർക്ക് കിട്ടേണ്ട പോസ്റ്റുകളാണ്. ഇപ്പം പുതിയൊരു എക്സാം കൂടിയും കാൻഡിഡേറ്റ്സ് എഴുതിയിട്ട് അതിലേക്ക് എത്തിപ്പെടേണ്ടി വരുന്നത്. ഇപ്പോൾ എക്സാം എഴുതിയവർക്ക് അർഹതപ്പെട്ട പോസ്റ്റുകളാണ് പുതിയ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് പുതിയ എക്സാം നടത്തിയിട്ട് അവരെ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത്.
ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇടയിൽ തന്നെ ഇപ്പം ജോലി ഇല്ല എന്നുള്ള ഒരു പ്രതീതി രാജ്യം മൊത്തം ജോലി ഇല്ലാത്ത നിരക്ക് ഇപ്പം രാജ്യത്ത് 7.1 ആയിട്ട് കുതിച്ചു വരുന്നു. 2016 ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ രാജ്യത്തുണ്ടാവുന്നത്. അത് യുവാക്കൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒരുപാട് വിള്ളൽ വീഴ്ത്താനൊക്കെ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേയിൽ പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരികയും ഞങ്ങൾ പുതിയ ജോലികളൊക്കെ യുവാക്കൾക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു വർഷം കൂടി വൈകും എന്ന് മാത്രം, കാത്തിരിക്കുന്ന യുവാക്കൾക്ക് ഒരു വർഷം കൂടി വൈകും എന്ന് മാത്രം. കാരണം ഇപ്പോൾ ആരും നിരാശരാകേണ്ടതില്ല. നമ്മൾ നേരിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. 2019, 20 ഈ ടൈം ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ, എക്സാമൊക്കെ കഴിഞ്ഞ റിസൾട്ടും കാര്യങ്ങളും സെലക്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ആരും ഗ്രൂപ്പ് ഡിയിൽ കിട്ടിയില്ല എന്ന് വെച്ച് ആരും നിരാശരാകേണ്ടതില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. കാരണം 1,00,000 ഒഴിവുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ വരാനും സാധ്യതയുണ്ട്. കാരണം ഇനി ഒരു പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ ഗവൺമെൻറ് വരുന്നതോട് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒന്നും ഇടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒഴിവുകൾ കട്ട് ഓഫ് ഇതിൻ്റെ അത്ര ഒന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുതിയൊരു നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരില്ല. ഇപ്പം വന്നതിൽ ഒരു 62,000 ഒഴിവായിരുന്നു റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞത്. പിന്നെ ഈ വന്ന 1,00,000 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും ഇപ്പോൾ എക്സാം നടന്നവർക്കുള്ളതായിരുന്നു. പക്ഷേ ഇനിയുള്ള എക്സാം എന്ന് വെച്ചാൽ പ്രകാരം ആ 1,00,000 ഒഴിവ് അവർക്ക് തന്നെയുള്ളതാണ്. അതിൻ്റെ പുറമെ റിപ്പോർട്ട് ചെയ്യുന്നതും പുതിയ സെലക്ഷൻ വരുന്ന ആൾക്കാർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും മാക്സിമം ആരും ഡൗൺ ആയി പോകാണ്ട് ഇപ്പം തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഒരിക്കലും മാറ്റി വെക്കരുത്, ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെയുള്ള സംശയമാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിൻ്റെ എല്ലാവർക്കും ഫീ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫീ റീഫണ്ട് കിട്ടിയവർ വളരെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഫീ റീഫണ്ട് ലഭിച്ചിട്ടില്ല. 500 രൂപയും 250 രൂപയൊക്കെ അടിച്ചവർക്കും ഫീ ഇതുവരെ കൂടുതലാക്കും റീഫണ്ട് ലഭിച്ചിട്ടില്ല. പിന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപ ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ റീഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ കാൻഡിഡേറ്റ്സിനിടയിലുള്ള മറ്റൊരു സംശയമാണ്, ഇത് ചതിയല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഇതിൽ റിസൾട്ടിൽ എന്തുകൊണ്ട് റോ മാർക്കും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്ന് കാൻഡിഡേറ്റ്സ് ഇടയിൽ നല്ല സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാട്ന സോണിൽ എന്തുകൊണ്ട് ഒരേ റോൾ നമ്പറുള്ള ആൾക്കാർ, ഒരേ സീരീസ് ഉള്ള ആൾക്കാർ എന്തുകൊണ്ട് തുടർച്ചയായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഈ പുതിയ പ്രസ് റിലീസ് വഴി അവർ നികത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതും. ഇതും കൂടിയും വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംശയങ്ങൾ തീർക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ചുവടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ പ്രതികരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അധികാരികൾ നമുക്ക് ഉത്തരം തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്